നമസ്കാരം. സംസ്ഥാനത്ത് കള്ളപ്പണ സാമ്പത്തിക ക്രമക്കേട് കേസുകളിൽ അന്വേഷണം നടത്തുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആസൂത്രിതമായി ആക്രമിച്ചതിന് പിന്നിൽ CPM നേതൃത്വത്തിന്റെ കൃത്യമായ ഗൂഢാലോചനയുണ്ടെന്ന് ആരോപണം. കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് ED ആരോപണം ഉയർത്തുന്നത്. പ്രസംഗങ്ങളിലൂടെയും മറ്റും അണികളെ ഇളക്കിവിട്ടത് CPM നേതാക്കളാണെന്ന് ED പറയുന്നു. ഉന്നത നേതാക്കൾ ബന്ധപ്പെട്ട ഗൂഢാലോചനയാണിത്. ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ നേതാക്കൾ അണികളെ പ്രേരിപ്പിച്ചു. ദൃശ്യങ്ങളിൽ ഇത് വ്യക്തമാണ്. CPM സംസ്ഥാന നേതൃത്വത്തിനെതിരെയാണ് ED നിലപാടെടുത്തിരിക്കുന്നത്. സാഹചര്യ തെളിവുകളിൽ ഇക്കാര്യം വ്യക്തമാണ്. നേതാക്കളുടെ പ്രസംഗം ED പ്രത്യേകം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം പാർട്ടിയിലെയും സർക്കാരിലെയും ഉന്നതരിലേക്ക് നീങ്ങുന്നത് തടയാൻ CPM ബോധപൂർവം അക്രമം അഴിച്ചുവിടുകയാണെന്ന് പ്രതിപക്ഷ നേതാക്കളും കുറ്റപ്പെടുത്തി. റെയ്ഡിനെത്തിയ ഉദ്യോഗസ്ഥരെ പ്രാദേശിക നേതാക്കളുടെ നേതൃത്വത്തിൽ വളഞ്ഞിട്ട് ആക്രമിച്ച സംഭവത്തിൽ ഉന്നതതല ഗൂഢാലോചന അന്വേഷിക്കണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട്. CPM നേതാക്കൾ നടത്തിയ പ്രകോപനപരമായ പ്രസംഗങ്ങളിലൂടെയാണ് അണികളെ ഉദ്യോഗസ്ഥർക്കെതിരെ ആക്രമണത്തിന് ഇളക്കിവിട്ടതെന്ന് ED വ്യക്തമാക്കുന്നു. തുടർച്ചയായ പ്രസംഗങ്ങളിലൂടെയും സാമൂഹിക മാധ്യമങ്ങളിലൂടെയും കേന്ദ്ര ഏജൻസികൾക്കെതിരെ അണികളിൽ വിദ്വേഷം നിറയ്ക്കാനും അവർ റെയ്ഡിനെത്തുമ്പോൾ കായികമായി നേരിടാനും സംസ്ഥാന നേതാക്കൾ തന്നെ നേരിട്ട് പ്രേരിപ്പിച്ചതിന് വ്യക്തമായ സാഹചര്യ തെളിവുകളുണ്ടെന്ന് ED കോടതിയെ ധരിപ്പിച്ചു. അക്രമം നടന്ന ദിവസത്തെ സംഭവങ്ങളുടെ വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നും ഗൂഢാലോചനയിലെ ഉന്നത നേതാക്കളുടെ പങ്ക് പൂർണ്ണമായി വ്യക്തമാണെന്നും ഏജൻസി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം പാർട്ടിയിലെയും മുൻ LDF സർക്കാരിലെയും അതീവ ഉന്നതരിലേക്ക് നീങ്ങുന്നത് തടയാൻ CPM ബോധപൂർവം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ അതിക്രമമാണിതെന്നും റെയ്ഡിനെത്തിയ ED ഉദ്യോഗസ്ഥരെ പ്രാദേശിക നേതാക്കളുടെ നേതൃത്വത്തിൽ വൻ ജനക്കൂട്ടത്തെ ഉപയോഗിച്ച് വളഞ്ഞിട്ട് ആക്രമിച്ച സംഭവത്തിൽ സാധാരണ ആക്രമണത്തിനപ്പുറം വലിയൊരു രാഷ്ട്രീയ സാമ്പത്തിക അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഗൂഢാലോചനയുണ്ടെന്ന ആക്ഷേപമാണ് ഉയരുന്നത്. എന്തായാലും ED ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കുന്നു. CPMന് പ്രതികൂലമായി തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അതേസമയം സഖാക്കളുടെ നെഞ്ചിൽ ഇടിത്തി പോലെ മറ്റൊരു സംഭവം കൂടി ഉണ്ടാകുന്നു. തിരുവനന്തപുരത്തെ പ്രമുഖ ക്രിമിനൽ അഭിഭാഷകൻ അഡ്വക്കേറ്റ് A. സന്തോഷ് കുമാർ ഇനി ED ആക്രമണ കേസിൽ സർക്കാരിന്റെ വജ്രായുധമാകും. ഹോളിഡേ ഇൻ ഹോട്ടൽ കരാറിന്റെ മറവിൽ ഇൻട്രോയൽ ഉടമകളെ തകർക്കാൻ മരമുറിക്കാർ ഒരുക്കിയ വൻ ചതി സന്തോഷ് കുമാർ കർശനമായി ഇടപെട്ട് തകർത്ത് കളഞ്ഞിരുന്നു. പ്രതിസന്ധികളിൽ മാന്ത്രിക ഇടപെടൽ നടത്തുന്ന അതേ തന്ത്രജ്ഞതയാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ED ആക്രമണ കേസിൽ അട്ടിമറി തടയാനും സന്തോഷ് കുമാറിനെ തേടിയെത്താൻ സർക്കാരിനെ പ്രേരിപ്പിച്ചത്. പബ്ലിക് പ്രോസിക്യൂട്ടർ T. ഗീനാകുമാരിയെ തെറിപ്പിച്ചാണ് മുഖ്യമന്ത്രി VD സതീശൻ കോടതിയറകളിൽ ഈ പുലിയെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിക്കുന്നത്. അഡ്വക്കേറ്റ് സന്തോഷ് കുമാറിന്റെ വരവോടെ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ ഇനി എന്തും സംഭവിക്കാമെന്ന അവസ്ഥയാണിപ്പോൾ. കേവലം ഒരു പ്രോസിക്യൂട്ടർ നിയമത്തിനപ്പുറം വലിയ നയതന്ത്ര രാഷ്ട്രീയ പ്രാധാന്യമാണ് ഹൈക്കോടതിയിലും സെഷൻസ് കോടതിയിലും ഒരുപോലെ തിളങ്ങുന്ന സന്തോഷ് കുമാറിന്റെ നിയോഗത്തിലുള്ളത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അങ്ങേയറ്റം വിശ്വസ്തനായ അഭിഭാഷകനായാണ് സന്തോഷ് കുമാർ അറിയപ്പെടുന്നത്. സോളാർ കേസിന്റെ പശ്ചാത്തലത്തിൽ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ ഉമ്മൻചാണ്ടിക്കെതിരെ ഉന്നയിച്ച കോളിളക്കം സൃഷ്ടിച്ച ആരോപണങ്ങളിൽ VSനെതിരെ ഉമ്മൻചാണ്ടിക്ക് വേണ്ടി കോടതിയിൽ നിയമപോരാട്ടം നയിച്ചതും മാനനഷ്ട കേസ് ഫയൽ ചെയ്തതും ഇതേ സന്തോഷ് കുമാർ ആയിരുന്നു.